ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ പ്രതിനിധികൾ സങ്കല്പ പത്ര പ്രധാനമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലാണ് പ്രകടന പത്രിക. ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റുക, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അഴിമതിക്കെതിരെ കർശന നടപടികൾ, ഏകീകൃത വ്യക്തി നിയമം തുടങ്ങിയവയാകും പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് സംസ്ഥാനങ്ങളുമായി ചേർന്ന് ശാശ്വത പരിഹാരം കാണുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. इस संकल्प पत्र में क्वांटिटी ऑफ अपॉर्चुनिटीज, क्वालिटी ऑफ अपॉर्चुनिटीज दोनों पर बहुत जोर दिया गया है. अब भाजपा ने संकल्प लिया है कि 70 वर्ष की आयु से ऊपर के हर बुजुर्ग को आयुष्मान योजना के दायरे में लाया जाएगा. अभी तक हमने सस्ते सिलेंडर घर घर पहुंचाए हैं. अब हम पाइप से सस्ती रसोई गैस घर घर पहुंचाने के लिए तेजी से काम करेंगे. पिछले 10 वर्ष नारी गरिमा, नारी को नए अवसरों को समर्पित रहे. आने वाले 5 वर्ष नारी शक्ति की नई भागीदारी के होंगे. बीते 10 वर्ष में 10 करोड़ महिलाएं स्वयं सहायता समूह से जुड़ी हैं. ये भाजपा ही है जो किसान क्रेडिट कार्ड के दायरे में हमारे पशुपालक भाई बहनों को, हमारे मछुआरे भाई बहनों को जोड़ा है. पीएम किसान सम्मान निधि का लाभ भी देश के 10 करोड़ किसानों को. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നിയുള്ള പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ബിജെപി അടുത്ത 5 വർഷം നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെയും അതോടൊപ്പം തന്നെ നിലപാടുകളുടെയും വിശദീകരണമാണ് ഈ സങ്കല്പ പത്ര പ്രകാശന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഏകീകൃത സിവിൽ കോഡും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, ഒപ്പം അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിലപാട് തുടങ്ങിയ വിഷയങ്ങൾ ഈ പ്രകടന പത്രികയിൽ പ്രതിപാദിക്കുന്നു. അതോടൊപ്പം വികസനം, പ്രത്യേകിച്ച് സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, പാവപ്പെട്ടവർ തുടങ്ങി 4 അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നിലവിലുള്ള കേന്ദ്ര ആരോഗ്യ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള ആയുഷ്മാൻ ഭാരതിലേക്ക് 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നു. കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പദ്ധതികളുടെ തുടർച്ച, അതിലേക്ക് 10 കോടി കർഷകരെ കൂടി ഉൾപ്പെടുത്തുന്നു. ഒപ്പം 3 കോടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള ലക്ഷ്യം. നമുക്കറിയാം, നിലവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 4 കോടിയോളം വീടുകൾ ഇതിനകം പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന 5 വർഷം കൊണ്ട് 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാനാണ് ആവാസ് യോജന പ്രകാരം കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ ഭവനങ്ങളിലും ഗ്യാസ് പൈപ്പ് കണക്ഷനും അതോടൊപ്പം തന്നെ സൗജന്യമായിട്ടുള്ള കുടിവെള്ളവും എല്ലാം ഉറപ്പ് നൽകിക്കൊണ്ട് പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് ലോകത്തിലെ തന്നെ വൻ ശക്തിയായി ഭാരതത്തെ മാറ്റുന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്നതാണ് ബിജെപിയുടെ സങ്കല്പ പത്രം. ഒപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്നായിട്ടുള്ള വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം കൂടി ഈ സങ്കല്പ പത്രത്തിനകത്ത് ബിജെപി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിന്റെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൽ വളരെ നിർണായകമാണ്. അദ്ദേഹം വയനാട്ടിൽ നിന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം കൂടിയാണ് ഈ സങ്കല്പ പത്രത്തിനകത്ത് ഈ ഒരു വിഷയത്തിലും കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.